നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്പോർട്സ് ഫൗണ്ടേഷനിൽ ജോലി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം, കൂടാതെ നിരവധി ജോലി അവസരങ്ങളും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനം. വിവിധ വേദികളിൽ കെയർടേക്കർ പുരുഷന്മാരും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. സ്ഥാപനം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. തസ്തിക കെയർടേക്കർ പുരുഷന്മാരും സ്ത്രീകളും. ഒഴിവുകൾ പ്രതിഷ്ഠിത ഒഴിവുകൾ. കൃത്യമായ എണ്ണം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. വിദ്യാഭ്യാസ യോഗ്യത +2 വിജയം. അധിക യോഗ്യത അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രവൃത്തി പരിചയം കായിക മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ പരിചയം. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. ആവശ്യമായ കഴിവ് കായിക മേഖലയിൽ പ്രസക്തമായ പരിചയം. യോഗ്യതയും പരിചയവും പൂർത്തിയാക്കുന്ന അപേക്ഷകരെ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഓഫീസിൽ നടക്കുന്ന വ്യക്തിഗത അഭിമുഖത്തിന് ഹാജരാകണം. യോഗ്യത നിർദ്ദിഷ്ട യോഗ്യതയ്ക്ക് തത്തുല്യമായി ഉള്ളവർ തൊഴിലുടമയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാകണം. ഇല്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കില്ല. AICTE കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള യോഗ്യതയാണ് ആവശ്യം. പരിചയം +2 വിജയിച്ച ശേഷം നേടിയ പരിചയം മാത്രമേ പരിഗണിക്കൂ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സായി കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾ അല്ലെങ്കിൽ തത്തുല്യ വിദേശ കമ്പനികളിൽ നിന്നുള്ള പരിചയം മാത്രമേ അഭിമുഖത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പരിഗണിക്കൂ. സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ യഥാർത്ഥ രേഖകൾ ഹാജരാക്കണം. ഇല്ലെങ്കിൽ അഭിമുഖത്തിന് അനുവദിക്കില്ല. അപേക്ഷകർ 2025 ഏപ്രിൽ 2 മുതൽ 15 വരെ തങ്ങളുടെ ബയോഡാറ്റ സീൽ ചെയ്ത കവറിൽ തപാൽ മുഖേനയോ നേരിട്ടോ സമർപ്പിക്കണം. വിലാസം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, വെള്ളയമ്പലം, തിരുവനന്തപുരം 695033. ഇമെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ബയോഡാറ്റയോടൊപ്പം ഉൾപ്പെടുത്തണം. കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് കെയർടേക്കർ എന്നെഴുതണം. ഒരു തസ്തികയ്ക്ക് ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിക്കരുത്. സമർപ്പിച്ച അപേക്ഷ അന്തിമമായിരിക്കും. ജനറൽ ഇൻസ്ട്രക്ഷൻ: യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അപേക്ഷകർ ഉറപ്പാക്കണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിയമനം റദ്ദാക്കപ്പെടും. അഭിമുഖത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ ഫോട്ടോ ഐഡൻറ്റിറ്റി, പാൻ, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായവ, യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ എന്നിവ കൊണ്ടുവരണം. യഥാർത്ഥ രേഖകൾ ഹാജരാകാത്തവരെ അഭിമുഖത്തിന് അനുവദിക്കില്ല. യാത്രാ ചെലവ് DA അനുവദിക്കില്ല. കരാർ കാലാവധി കഴിഞ്ഞ് സ്ഥിര നിയമനത്തിന് ബാധ്യതയില്ല. ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരെ പരിഗണിക്കില്ല. നിയമന സമയത്ത് സർക്കാർ നിശ്ചയിച്ച മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷയുടെ തിരസ്കരണത്തെക്കുറിച്ചുള്ള എഴുത്ത് മറുപടി നൽകില്ല. ഈ വിജ്ഞാപനത്തിലെ മാറ്റങ്ങൾ വെബ്സൈറ്റിൽ മാത്രം പ്രസിദ്ധീകരിക്കും. അപേക്ഷയിൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നൽകണം. അഭിമുഖ കോൾ ലെറ്റർ ഇമെയിൽ വഴി അറിയിക്കും. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. 2. കശുവണ്ടി വികസന ബോർഡിൽ ജോലി നേടാം. കേരള കശുവണ്ടി ബോർഡ് ലിമിറ്റഡ്, കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ് മാനേജർ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാന സർക്കാർ ജോലി അവസരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 45,000 രൂപ പ്രതിമാസ ശമ്പളത്തിൽ പ്രയോജനപ്പെടുത്താം. സ്ഥാപനം കേരള കശുവണ്ടി ബോർഡ് ലിമിറ്റഡ്. തസ്തിക മാനേജർ. ജോലിതരം സംസ്ഥാന സർക്കാർ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. ജോലിസ്ഥലം തിരുവനന്തപുരം, കേരളം. വേക്കൻസി മാനേജർ. സാലറി പ്രതിമാസം 45,000. ഏജ് ലിമിറ്റ് 40 വയസ്സിന് താഴെ. വിദ്യാഭ്യാസ യോഗ്യത MBA മാർക്കറ്റിംഗ്.
ആപ്ലിക്കേഷൻ ഫീസ് ആവശ്യമില്ല. സെലക്ഷൻ 1 രേഖാപരിശോധന, 2 എഴുത്തു പരീക്ഷ, 3 വ്യക്തിഗത അഭിമുഖം. താൽപ്പര്യമുള്ളവർക്ക് 2025 ഏപ്രിൽ 9 മുതൽ 23 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ നടപടികൾ: 1 ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക, അതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. 2 റിക്രൂട്ട്മെൻറ്റ് കാരിയർ ആൻഡ് മീനുവൽ മാനേജർ ജോലി വിജ്ഞാപനം കണ്ടെത്തി ക്ലിക്ക് ചെയ്യുക. 3 വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക. 4 ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 5 ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂരിപ്പിക്കുക. 6 വിജ്ഞാപനത്തിൽ പറഞ്ഞ ഫോർമാറ്റിലും വലുപ്പത്തിലും രേഖകൾ അപ്ലോഡ് ചെയ്യുക. 7 വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം സമർപ്പിക്കുക. 8 അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. 3 കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഫെലോഷിപ്പ് ഒഴിവുകൾ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM എന്ന സർക്കാർ സ്ഥാപനത്തിൽ ഫെലോഷിപ്പ് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ ജോലി കേരളത്തിലാണ്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഓൺലൈനായി അപേക്ഷിക്കാം. സ്ഥാപനം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ഇവിടെ ഫെലോഷിപ്പ് മേക്കർ ഇക്കോസിസ്റ്റം എന്ന തസ്തികയിലേക്കാണ് ആളുകളെ എടുക്കുന്നത്. ഈ ജോലി സംസ്ഥാന സർക്കാർ ജോലിയാണ്. നേരിട്ടുള്ള നിയമനം വഴിയാണ് തിരഞ്ഞെടുക്കുക. ജോലിത്തരം സംസ്ഥാന സർക്കാർ, നിയമന രീതി നേരിട്ടുള്ള നിയമനം, ജോലിസ്ഥലം കേരളം, ശമ്പളം 15,000 മാസം. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ചില യോഗ്യതകൾ വേണം. പ്രായവും പഠനവും കഴിവുകളും ശരിയാണോ എന്ന് നോക്കാം. യോഗ്യതകൾ: പ്രായം 2025 ജനുവരി 1 28 വയസ്സിന് താഴെയായിരിക്കണം. പഠനം ഏതെങ്കിലും വിഷയത്തിൽ BTech ബിരുദം. പരിചയം: പുതിയതായി ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം, പക്ഷേ ആവശ്യമായ കഴിവുകൾ വേണം. 3D പ്രിൻറ്റിംഗ്, ഇലക്ട്രോണിക്സ്, പ്രോഗ്രാമിംഗ് പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിചയം. കഥ പറയൽ, കല, കരകൗശല വിദ്യ എന്നിവ അറിയുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികളുമായി സംസാരിക്കാനും അധ്യാപകരെ പരിശീലിപ്പിക്കാനും ശക്തമായ ആശയവിനിമയ കഴിവുണ്ടായിരിക്കണം. പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ഏകോപിപ്പിക്കാനും രേഖപ്പെടുത്താനുമുള്ള കഴിവുണ്ടായിരിക്കണം. വിവിധ സ്കൂളുകളിൽ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ചിന്താശേഷി. STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് പഠനം രസകരവും എളുപ്പവുമാക്കാനുള്ള താൽപ്പര്യം. 2 വീലർ അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നത് നല്ലത്. സ്കൂൾ വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കാം. നിങ്ങൾക്ക് ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഈ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളെ ഈ ജോലിക്ക് തിരഞ്ഞെടുക്കാൻ 3 ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടവും നിങ്ങളുടെ കഴിവ് പരിശോധിക്കാനാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ: രേഖാപരിശോധന, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കും. എഴുത്തു പരീക്ഷ, നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ടാകും. അഭിമുഖം, നിങ്ങളോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കഴിവ് മനസ്സിലാക്കും. ഈ 3 ഘട്ടങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ജോലി ലഭിക്കും. അതിനാൽ നല്ല തയ്യാറെടുപ്പ് നടക്കുക. അപേക്ഷിക്കാൻ ഓൺലൈനിൽ മാത്രമേ പറ്റൂ. അതും 2025 ഏപ്രിൽ 2 മുതൽ 15 വരെ മാത്രം. ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. അതൊരു ആശ്വാസമാണ്. എങ്ങനെ അപേക്ഷിക്കാമെന്ന് ഘട്ടം ഘട്ടമായി നോക്കാം. അപേക്ഷാഘട്ടങ്ങൾ: വെബ്സൈറ്റ് സന്ദർശിക്കുക. റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ കാരിയർ എന്ന ഭാഗത്ത് ഫെലോഷിപ്പ് മേക്കർ ഇക്കോസിസ്റ്റം ജോലിയുടെ വിജ്ഞാപനം കണ്ടെത്തുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.